ഹായ്, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ സേമിയനും അടയും വെച്ചിട്ടാട്ടോ ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് സേമിയ വറുത്തെടുക്കട്ടെ. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതൊക്കെ സേമിയന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്ത് ഈ ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് കോരി എടുത്തു കേട്ടോ. ഇനി ആ ഒരു പാത്രത്തിലോട്ട് തന്നെ കേട്ടോ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പാക്കറ്റ് പാല് പാർന്ന് കൊടുത്തു. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ അട ഉണ്ടോ, അട ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ അട അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അട വേവണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ സേമിയനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതാകൊണ്ട് സേമിയനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടും കൂടെ അതാകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടായിരുന്നല്ലോ വറുത്ത് കോരി വെച്ചത്, അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും എൻ്റെ പുതിയ വീഡിയോ ഏറ്റവും ഞാൻ വീണ്ടും വരും.